ഹലോ. ഇന്നേ ഇൻസ്റ്റയിൽ 2 ദിവസമായിട്ട് ഞാനിപ്പോൾ മദർ ഇൻ ലോസിനെ പറ്റിയിട്ടാട്ടോ ഇടുന്നത്. ആർക്കും ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. കാരണം നമ്മുടെ പ്രായം, ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള കുറേ പേര് ഇത് കേൾക്കുന്നുണ്ട്. മദർ ഇൻ ലോസ് ആകാൻ പോകുന്നവരും ആയവരും എല്ലാവരും കേൾക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഇതൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് മാറ്റാം, തിരുത്താമല്ലോ. നമ്മുടെ ഈ പ്രായത്തിലുള്ളവർക്ക് തിരുത്താൻ എളുപ്പമാണ്. കാരണം അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, പിന്നെ അവർ തിരുത്തിക്കോളും. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഒരുപാട് മനസ്സിലാക്കാൻ പറ്റുന്ന ബുദ്ധിയുള്ളവരാണ് എൻ്റെ ഈ വീഡിയോസ് കേൾക്കുന്നവർ, എനിക്കറിയാതെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതും കേട്ടോ. ഒരിക്കലും നിങ്ങളിതൊരു അയ്യോ ഞാൻ ഇങ്ങനത്തെ ഒരാളാണല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴും തിരുത്തപ്പെടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത്. ഒരു ഇൻസിഡൻ്റ് ആയിട്ട് ഞാൻ പറയാം കേട്ടോ, തുടങ്ങട്ടെ. ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് ചെന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ ഓൾറെഡി ഒരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ തുണികളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കൊണ്ടുവന്ന് ഇടാൻ നോക്കി കേട്ടോ. അപ്പോൾ ഇടാൻ നോക്കിയപ്പോൾ മദറിൻ്റെ ഓടി വന്നിട്ട് പറഞ്ഞു, അതെ ആ വാഷിംഗ് മെഷീൻ കേടാട്ടോ, കല്ലിൽ വെച്ച് നനച്ചോളൂ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ശരിയായിരിക്കും എന്ന് വിചാരിച്ച് കല്ലിൽ വെച്ച് നനച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം മദറിൻലോ ആ വാഷിംഗ് മെഷീൻ്റെ ഏരിയയിൽ എവിടെയോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കുട്ടി പോയിട്ട് അതിനകത്ത് തുണിയിട്ട് നനച്ചു കഴിഞ്ഞപ്പോൾ ഓടുന്നുണ്ട് വാഷിംഗ് മെഷീൻ. വെറുതെ ഇട്ട് നോക്കിയതാണ്, കേടായിട്ടുണ്ടായില്ലല്ലോ, ഉണ്ടായോ, എന്താ അത് ശരിയാക്കാൻ പറ്റുമോ നമുക്ക് തന്നെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല ഉദ്ദേശത്തിൽ ഇട്ടതാണെന്ന് പറയുന്നു. അപ്പോഴേക്കും മദറിൻ്റെ ഓടി വന്നു അത്രേ. എന്നിട്ട് ചോദിച്ചു, ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് കേടാണെന്ന്. ഇല്ല അമ്മ, ഇത് കേടല്ല അമ്മ, ഇത് ഞാൻ ഇട്ടപ്പോൾ ഓടുന്നുണ്ടെന്ന് ആ കുട്ടി ഇന്നസെൻ്റ് ആയിട്ട് പറയുകയും ചെയ്തു. അവർക്കത് ഇഷ്ടമായില്ല. അവർ പറഞ്ഞു, ഞാൻ ഇട്ടപ്പോൾ അത് കേടായെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് കരുതി. അതൊരു വലിയ നുണയുടെ മറവിൽ ഒളിപ്പിച്ചു കേട്ടോ. ആ കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ കഥ കേട്ടിട്ട്? ആ കുട്ടി നുണ പറഞ്ഞതായിരിക്കും എന്നാണോ, അല്ലെങ്കിൽ മദറിനിലോ അങ്ങനെ ശരിക്കും വിചാരിച്ചിട്ട് പറഞ്ഞതായിരിക്കും എന്നാണോ? അപ്പോൾ ഞാൻ ഇതിനകത്തൊരു ചോദ്യം ചോദിക്കുന്നത്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി അറിഞ്ഞുകൊണ്ടല്ലായിരിക്കാം എങ്കിൽ പിന്നീട് അവർക്ക് തുണി നനയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ അവർ നനച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കേട്ടോ. അതായത് പെൺകുട്ടിയോട്. അത് ആ കുട്ടി കണ്ടിട്ടില്ല. അപ്പം ഒന്നാമത് നമുക്കറിയില്ല. അപ്പം ഇതിൽ ആരുടെ പക്ഷത്താണ് കറക്റ്റ് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഞാൻ വേറൊരു അനുഭവം കൂടി പറയാം. ഈ ചില അങ്ങോട്ട് കൊല്ലം ആ സൈഡിലോട്ടൊക്കെ ഈ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊണ്ടുവരിക, വീട് കാണൽ ചടങ്ങ്, അടുക്കള കാണലോ അങ്ങനെ എന്തോ ചടങ്ങൊക്കെ ഉണ്ട്. ഞങ്ങൾ എറണാകുളത്തേക്കൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. അപ്പോൾ എറണാകുളത്തേക്കൊക്കെ ഇങ്ങനെ വീട് കാണാൻ പെൺകുട്ടിയുടെ അമ്മ വരുമ്പോൾ കുറേ പലഹാരങ്ങളുമായിട്ട് വരും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ ചടങ്ങുകളൊന്നുമില്ല. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. അവർ വേറെ വീട് വെച്ച് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നല്ലാതെ അങ്ങനത്തെ ഒരു രീതിയൊന്നും കസ്റ്റമൊന്നും ഇവിടെ ഈ ഭാഗത്തേക്കില്ല, കൊച്ചിൻ ഭാഗത്തേക്കില്ല. മറ്റ് ഏരിയയിലേക്ക് അങ്ങനത്തെ കസ്റ്റം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു ചെന്നു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് അവിടെ ഒരു വിവാഹം നടന്നു. അപ്പോൾ ആ രണ്ടാമത് വിവാഹം കഴിച്ച കുട്ടി ആ ഏരിയയിലൊക്കെ തന്നെ ഉള്ളതായിരുന്നു. ഈ പറഞ്ഞ ഈ കൊല്ലം ഏരിയയിലൊക്കെ തന്നെ ഉള്ള ആളായതുകൊണ്ട് അവർക്ക് അവിടുത്തെ ചടങ്ങുകളൊക്കെ അറിയാം. അവരൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അവരുടെ അമ്മ വന്നപ്പോൾ ഈ അമ്മായിയമ്മ എന്താ പറഞ്ഞതെന്നറിയോ? അത് അവരുടെ റൂമിലുള്ള ബാത്റൂമിൽ തന്നെ വെച്ചോളൂ, അവർക്ക് ഉപയോഗിക്കാനുള്ളതല്ലേന്ന്. കറക്റ്റ്, ആരും ഒന്നും വിചാരിച്ചില്ല. ശരിയാണല്ലോ, നല്ല കാര്യമാണല്ലോ പറയണേന്ന്. അപ്പോൾ എല്ലാവരും വിവാഹമൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ പുതുമോടിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി. പിന്നീട് എല്ലാവരും വെറും 5 ദിവസത്തേക്ക് 10 ദിവസത്തേക്കൊക്കെ ലീവിനൊക്കെ വരുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ അപ്പോൾ അമ്മായിയമ്മയ്ക്കുള്ള തുണികളൊക്കെ എപ്പോഴും അതിലിട്ട് നനയ്ക്കാം, ബിക്കോസ് ആരുമില്ലല്ലോ. അപ്പോൾ അവരുടെ ബെഡ്റൂമിൽ പോയിട്ട് അവർ നനയ്ക്കുകയും ചെയ്യും. കുറേ നാൾ കഴിഞ്ഞ് ഈ മൂത്ത മരുമകളൊക്കെ വിസിറ്റിന് വരുമ്പോൾ പറയുവേ, അത് ആരെങ്കിലുമൊക്കെ മേടിച്ച് വെച്ച ഇതിനകത്തിട്ട് കഴുകാൻ നാണാവില്ലേ അങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ മദർ ഇൻ ലോ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് എലിവേറ്റഡ് ആകുമ്പോൾ നമ്മളെപ്പോലുള്ള സ്ത്രീകളുടെ മനസ്സിന് എന്തെങ്കിലും കുഴപ്പം പറ്റുന്നുണ്ടോ? എന്താണ് അതിൽ കയറി ഇരിക്കുക? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് ഈ ആൺകുട്ടികളല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഞാനും ഒരുപക്ഷെ എൻ്റെ യൂട്യൂബ് ചാനൽ മൂടേണ്ടി വന്നേനെ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറഞ്ഞിട്ട്. ഈ ചേച്ചി സ്വന്തം കാര്യം വന്നപ്പോൾ എന്നൊക്കെ പറയില്ലേ, എനിക്ക് ഭാഗ്യം കൊണ്ട് അത് ചെയ്യേണ്ടി വരുന്നില്ല, കാരണം മകളാണല്ലോ. പക്ഷെ ആൺകുട്ടികളുള്ളവർക്ക് എന്നെ കേൾക്കുന്നുണ്ടാവില്ലേ, അവർ എൻ്റെ പ്രായത്തിലുള്ളവരൊന്നും അങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല, ഉറപ്പാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിയും വിവേകമുള്ള സ്ത്രീകൾ അത് ചെയ്യില്ല. ഇത് ഞാൻ പറയുന്ന സ്ത്രീകൾ
ഞാൻ കണ്ടിരിക്കുന്നത് വിവേകമില്ലാത്തവരാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിതിന് വിവരവും വിദ്യാഭ്യാസം എന്ന് ഞാൻ പറയുന്നില്ല, വിവേകം ഇല്ലാത്തവരാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ മകളെ ഒരു സ്ഥലത്തേക്ക്, നിങ്ങൾക്ക് ആൺമക്കൾ മാത്രമാണെങ്കിൽ അറിയില്ല ആ പെൺകുട്ടിക്ക് എന്താണ് തോന്നുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഒരു മകളും ഒരു മകനും ഉള്ളവരും ഇത് തന്നെ ചെയ്താൽ എന്ത് ചെയ്യും? അപ്പോൾ അത് അവരുടെ കൊനിഷ്ട് എന്ന് പറയുന്ന സാധനമല്ലേ. എനിക്കിങ്ങനെ തുറന്ന് സംസാരിക്കാനാട്ടോ ഇഷ്ടം. എപ്പോഴും ഇങ്ങനെ മറച്ചു വെച്ച് ഞാനൊരു നന്മ മരമാണ്, ഞാനൊരു അൽഫോൺസാമയാണെന്നൊക്കെ പറഞ്ഞിരിക്കാൻ എനിക്ക് വയ്യല്ലോ. ഞാനതുകൊണ്ട് പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിൽ കിടന്ന് ഇങ്ങനെ എന്ന് പറയണില്ലേ, അതുപോലെ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജസ് എത്രയാണ് വരുന്നതെന്നറിയോ? ഈ പെൺകുട്ടികളുടെ എത്ര കഷ്ടപ്പാടുകളാണ് അവർ അനുഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കഷ്ടപ്പാടുകൾ എന്ന് ചോദിക്കുമ്പോൾ മദർ ഇൻ ലോസ് ആണ് എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഓരോരോ ഡയലോഗ്സ്. പിന്നെ അതുപോലെ തന്നെ മകൻ വന്നിട്ട് കിച്ചണിൽ എന്തെങ്കിലും സഹായിക്കുകയാണെങ്കിൽ, മരുമകളുടെ കിച്ചണിൽ അവർ വേറെ താമസിക്കുകയാണെങ്കിൽ അവരെപ്പോഴും അങ്ങനെ ആയിരിക്കും. കാരണം രണ്ടുപേരും ജോലിക്ക് പോകുന്നത് കൊണ്ടേ അമ്മായിയമ്മ വരുന്നതുകൊണ്ട് അവർക്ക് അവരുടെ റൂട്ടീൻ മാറ്റാൻ പറ്റത്തില്ലല്ലോ. അപ്പം മകനും വന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ ഈ അമ്മ അത് കാണുമ്പോൾ അപ്പോൾ ഒന്ന് മിണ്ടിയില്ലെങ്കിലും മകൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് പറയുമെന്ന്, അതെ എൻ്റെ മോൻ ഇതൊന്നും ചെയ്ത് ശീലമില്ല, എൻ്റെ മോനെ കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കരുത്, അങ്ങനെ പറയുന്നു. അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഇരുന്നിട്ട് കമൻ്റ് അടിക്കുമോ, അയ്യോ എന്താ അത്, ദേ റാണി വിളിക്കുന്നു, രാജാവ് ചെല്ലു, അല്ലെങ്കിൽ സേവകൻ ചൊല്ലു, അങ്ങനെയൊക്കെ കുത്തി സംസാരിക്കുന്നു അത്ര. ഇപ്പോഴത്തെ കാലത്തെ കാര്യം കേട്ടോ ഞാൻ പറയണേ, എൻ്റെ കാലത്തെയും കൂടി അല്ല, ഇപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന കാര്യമാണ് പറയണത്. അങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? ഇതാരാണ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു നറേറ്റീവ് ചെയ്യുന്നത്? എനിക്ക് ഇത് ഓർക്കാൻ പോലും വയ്യ. ആ കുട്ടിക്ക് എന്ത് വിഷമായി കാണും. അതേസമയം അവരുടെ മകള് വരുമ്പോൾ, ഒരു മോനും ഒരു മോളും ഉള്ള വീട്ടിലാണ്, മകള് വരുമ്പോൾ ഭയങ്കര സ്നേഹമാണത്ര. എന്ന് പറഞ്ഞാൽ മകളുടെ വീട്ടിലും പോയിട്ട് താമസിച്ചിട്ട് വരുമ്പോൾ പറയുന്നു, അയ്യോ മരുമകൻ എന്ത് നല്ല ആളാണെന്നറിയോ, എല്ലാം ചെയ്തു കൊടുക്കും അവൾക്ക്, അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യും, കിച്ചണിലും ഹെൽപ്പ് ചെയ്യും, കറിക്കരിയാൻ കൂടും, പിന്നെ പാത്രങ്ങൾ കഴുകാൻ കൂടും, അയ്യോ അവളുടെ ഭാഗ്യമാട്ടോ, മിടുക്കനാണ് അവൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് തന്നെയല്ലേ നിങ്ങളുടെ മകനും ട്രൈ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളുടെ മകനെ നല്ല പേര് വേണ്ടെന്നാണോ, അല്ലെങ്കിൽ മിടുക്കനാവേണ്ടെന്നാണോ? എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പ്ലീസ് എന്നെ കേൾക്കുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊരു തരം എന്ത് നയമാണിത്? അപ്പോൾ നമ്മുടെ പെൺമക്കൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ഈ മരുമക്കൾ ഇത് കണ്ടല്ലേ വലുതായി വരുന്നത്, അത് ശരി. അപ്പോൾ ഇവരുടെ പോലെ തന്നെ നമുക്കും ആവാലേന്ന് വിചാരിച്ചൊരു നറേറ്റീവ് ഉണ്ടാക്കി അവരും വെക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാലേ അടുത്ത ജനറേഷനും ഇതൊക്കെ കണ്ടുപഠിക്കുകയല്ലേ, അല്ലേ? ഒരുപക്ഷെ നിങ്ങളുടെ അമ്മായിയമ്മ ഇങ്ങനെ നിങ്ങളെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിൽ കിടക്കുന്നതെങ്കിൽ അപ്പം നിങ്ങൾ മാറുകയല്ലേ വേണ്ടത്. ആരും എൻ്റെ അടുത്ത് പറഞ്ഞു നാത്തൂൻ എന്നുള്ള പ്രശ്നം ഇന്നത്തെ കാലത്തൊന്നും ഇല്ല ചേച്ചി, എല്ലാവരും ഫ്രണ്ട്സാന്ന് പറഞ്ഞു. മാറിയിട്ടില്ല കേട്ടോ, ഇന്നത്തെ കാലത്തും ഉണ്ട്. ഒരു യങ്സ്റ്റേഴ്സ്, ഒരു 30കളിലൊക്കെ ഉള്ള പെൺകുട്ടികളുടെ അവസ്ഥകൾ ഞാൻ കേൾക്കുന്നുണ്ട് ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ. അവരുടെ വീട്ടിലേക്ക് കയറി വരുന്ന എന്താ പറയുക, ബ്രദറിൻ്റെ വൈഫ്, ഇപ്പോൾ മൂത്തതായിരിക്കും ബ്രദർ, ഈ പെങ്ങൾ ആദ്യം കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാവും. പക്ഷേ ഈ വിവാഹത്തോടനുബന്ധിച്ച് ഇവളിവിടെ വന്ന് ഇതൊക്കെ അറേഞ്ച്മെൻറ്റ്സിനൊക്കെ ബ്രദറിനെ ഹെൽപ്പ് ചെയ്യും, പിന്നെ അമ്മായിയമ്മയെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊരു ഇമ്പോർട്ടൻസ് സിസ്റ്ററിന് തന്നെ കിട്ടുമല്ലോ ആ സമയത്ത്. ഇത് കാണുന്ന യങ്സ്റ്ററായിട്ടുള്ള നാത്തൂനെ കയറി വരുമ്പോൾ 26 വയസ്സ് 27 വയസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. മൂത്ത ബ്രദറിൻ്റെ വൈഫായിട്ടാണ് വരുന്നത്, പക്ഷേ അവർക്കത് ചിലപ്പോൾ ഇഷ്ടമായിന്ന് വരില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ ചിലർക്ക്, അതായത് ചില കുട്ടികൾക്ക് അറ്റൻഷൻ സീക്കിങ് ഇഷ്ടമാണ്. അറ്റൻഷൻ എല്ലാവരുടെ അടുത്തായിരിക്കണം. അത് പെട്ടെന്ന് കിട്ടില്ല. എന്നെ യങ്സ്റ്റേഴ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഈ ബ്രദേഴ്സ് ഈ സിസ്റ്റേഴ്സിൻ്റെ കൂടെയാണല്ലോ കൂടുതലും ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയും, തമാശ പറയും, എന്തെങ്കിലുമൊക്കെ സിസ്റ്റേഴ്സ് ആയിരിക്കും അവർക്ക് സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക, അനുജത്തിയാണെങ്കിലും ചേച്ചിയാണെങ്കിലും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്ക് ഇവരോടൊരു അടുപ്പം. കാലക്രമേണ ആ അടുപ്പം വൈഫിനോട് വരും. അതിന് വേണ്ടിയിട്ട് ഈ സിസ്റ്ററിനെ നോക്കിയിട്ട് കടുപ്പത്തിൽ ഇങ്ങനെ തീക്ഷ്ണമായിട്ട് നോക്കുക, അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് കുത്തി നോക്കുക, അതൊന്നും ചെയ്യല്ലേ. അത് ചെയ്താൽ എന്താകുമെന്നറിയാമോ? കാലങ്ങൾ കൊണ്ട് കുറേ കാലങ്ങൾ കഴിയുമ്പോഴും ഈ രണ്ടുപേരുടെയും മനസ്സിൽ ഈ ഒരു അനിമോസിറ്റി കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ എത്ര വന്നാലും പ്രായം എത്ര ആയാലും നമ്മൾ ഈ ബന്ധങ്ങളൊന്നും നമുക്ക് കളയാൻ പറ്റില്ല, അല്ലേ? ഓക്കെ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം, സംസാരിക്കാതിരിക്കാം എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ബ്രദറും സിസ്റ്റർ ഇൻ ലോയും ഒക്കെ അല്ലേ, നമുക്ക് എത്ര നാളങ്ങനെ മിണ്ടാതിരിക്കാനും അകന്ന് നിൽക്കാനും ഒക്കെ സാധിക്കും. അല്ലെങ്കിൽ വൈസി വേഴ്സ, അല്ലേ?
ഞാൻ കൂട്ടരുടെയും കാര്യം പറയണമല്ലോ, അതുകൊണ്ട് പറയണേ. അപ്പോൾ നിങ്ങൾ ഈ മദർ ഇൻ ലോസ് അതിൻ്റെ ഇടയ്ക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആ പെൺകുട്ടി ചെയ്യുന്ന, അതായത് നാത്തൂൻ ചെയ്യുന്ന കുറ്റങ്ങൾ മറ്റേ നാത്തൂനോട് പറയാതിരിക്കുക, അതായത് സ്വന്തം മകളോട് പറയാതിരിക്കുക. അത് ചെയ്താൽ മാത്രം മതി, അല്ലെങ്കിൽ മകളുടെ ഒപ്പീനിയൻ എടുക്കാതിരുന്നാൽ മതി. ഇവരും ബയസ്ഡായി പോവും. അമ്മയുടെ അടുത്താണല്ലോ ഈ നാത്തൂൻ ഇങ്ങനെ പെരുമാറുന്നത്, അത് ശരിയല്ലല്ലോ, ഞങ്ങളുടെ അമ്മ ഇത്ര നല്ലതല്ലേ എന്ന് പറഞ്ഞ് ഈ മകള്, അതായത് ഈ അമ്മയുടെ മകള് അമ്മയുടെ പക്ഷം പിടിക്കാൻ തുടങ്ങും. അപ്പം പ്രതിഭാഗത്ത് ആരാ നിൽക്കുന്നത്? ആങ്ങളുടെ ഭാര്യ പ്രതിഭാഗത്തായി പോവില്ലേ? അപ്പം നമ്മൾ കുറച്ചും കൂടി ക്ലെവർ എന്ന് പറയുന്നത് ശരിയാവില്ല ഇതിനകത്ത്, വൈസായിട്ട്, WISE വൈസ് കേട്ടോ, നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതല്ലേ നല്ലത്. ഈ കുട്ടികൾ തമ്മിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്നതിൽ നല്ലത് അമ്മായിയമ്മമാരായിട്ടുള്ള നമ്മൾ ഇവരെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരുന്നാൽ പോരെ? ശരിയല്ലേ? അയ്യോ, ചിലപ്പോൾ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവാം ഇത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഈ പെൺകുട്ടീന്ന്, പക്ഷെ അമ്മ അതങ്ങ് വിഴുങ്ങിക്കളഞ്ഞേക്കാം. അല്ലെങ്കിൽ അമ്മ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മകളോട് പറയരുത്. കാരണം മകളും മറ്റേ കുട്ടിയായിട്ട് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല, നാത്തൂനുമായിട്ട്. പക്ഷേ ഈ പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ അസംഷൻ കൊണ്ടോ വരുന്ന പ്രോബ്ലംസ് അങ്ങ് കാലങ്ങളോളം നിൽക്കും. നമ്മൾ ഈ ഭൂമുഖത്ത് നിന്ന് മാറിപ്പോയി കഴിയുമ്പോൾ പിന്നെ ഈ ബ്രദറും സിസ്റ്ററും ആയിരിക്കും അന്യോന്യം ഉണ്ടാവുക അവർക്ക്, അല്ലേ? ഇപ്പം ഇന്നൊക്കെ കാലത്തൊക്കെ 2 പേരൊക്കെയുള്ളൂ, 3 പേരുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ 4, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അത് 9 പേരും 10 പേരൊക്കെ ഉള്ള ഫാമിലി ഒന്നും അല്ലല്ലോ. എൻ്റെ അമ്മയുടെ വീട്ടിൽ എത്ര പേരാണ്, അവരെങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്തിരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അമ്മയൊന്നും അങ്ങനെ പോയിട്ട് അമ്മയുടെ വീട്ടിൽ നിൽക്കണേ കണ്ടിട്ടില്ല. കാരണം അമ്മയ്ക്ക് ഒരുപാട് പ്രായം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ കിടപ്പിലായിപ്പോയി. ഷി വാസ് ബെഡ് റിഡൻ. മൂത്ത സിസ്റ്റേഴ്സ് എല്ലാവരും റിട്ടയർഡ് ആയിരുന്നു. അമ്മയ്ക്ക് ജോലിയുണ്ട്, അപ്പോൾ അമ്മയ്ക്ക് പോയി നിൽക്കാനും വയ്യ. ഓൺലി ഈ വെക്കേഷൻ സമയത്ത് മാത്രമാണ് ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ ഞാറക്കിൽ പോയി താമസിക്കുന്നത്. അപ്പോൾ അതുവരെയൊക്കെ അമ്മയുടെ ചേച്ചിമാരെല്ലാം ടീച്ചറായിരുന്നു. 2 പേര് ടീച്ചേഴ്സായിരുന്നു. ഒരാൾ വന്നിട്ട് രജിസ്ട്രാർ ഓഫീസിലായിരുന്നു ജോലി. ഇതില്ലേ ഭൂമിയൊക്കെ പതിച്ചു കൊടുക്കണ അവിടെ, ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതും അങ്ങനെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി. അപ്പോൾ അവർ 3 പേരും റിട്ടയർഡായിരുന്നു. അപ്പോൾ അവർ മാറി മാറി വരും, നോക്കും. അതുകൊണ്ട് അമ്മ അങ്ങനെ പോയി നിൽക്കേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഗിൽട്ടി അടിച്ചേനെ. അമ്മ പറയുന്നുണ്ടായിരുന്നു അത് ചേച്ചിമാർ നല്ല സൂപ്പറായിട്ട്, അവർക്കും ആ ഏജ് അങ്ങ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്മമ്മയ്ക്ക് നല്ല പരിചരണമൊക്കെ കിട്ടി. പിന്നെ അമ്മാവന്മാരും ഒക്കെ അടുത്തടുത്തുണ്ടായിരുന്നു. അത് ഈ 10-16 മക്കളുണ്ടേ. അപ്പോൾ ആരെങ്കിലുമൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാവരും അതിനകത്ത് പൂളിൻ ചെയ്തും ആളെ പൂളിൻ ചെയ്യുന്നതിനും ആളുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഒരിക്കലും അവിടെ ഒരു പ്രയാസങ്ങളില്ലായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ. ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു അസുഖം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഈ വയസ്സായതിൻ്റെ വരുമ്പോൾ അവർ 2 പേരും അന്യോന്യം എന്താ പറയണേ, നിന്നേ പറ്റുള്ളൂ, സിസ്റ്ററും ബ്രദറും, അല്ലേ? അപ്പം അങ്ങനെ ഒരു അനിമോസിറ്റിയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അത് ഇപ്പോഴേ തടയിടണമെങ്കിൽ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് തന്നെ ഈ മദർ ഇൻ ലോ തന്നെ ആയിരിക്കണം എന്താ പറയണേ, പീസ് കൊണ്ടുവരേണ്ടത്. PEACE കേട്ടോ. നമ്മൾ തന്നെയായിരിക്കണം സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ്. എല്ലാവർക്കും അങ്ങനെ ആകാൻ പറ്റില്ലായിരിക്കും. പക്ഷെ എന്നെ കേൾക്കുന്നവർ ചിലപ്പം അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒന്ന് മടങ്ങി പോയിട്ടുണ്ടെങ്കിൽ, അതായത് അവരുടെ മനസ്സ് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് എൻ്റെ കുഞ്ഞെന്നുള്ള സ്നേഹത്തിൽ ചിലപ്പോൾ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ മക്കളുടെ ഭാര്യമാരോട്, ഇനി അങ്ങോട്ട് പറയാതിരുന്നാൽ മതി. അവർ മറന്നു പോയിക്കോളും. അമ്മ സ്നേഹം കാണിക്കുകയും ആ സ്നേഹം ജെനുവിനും ആവുകയും ചെയ്യുമ്പോൾ ഇല്ലേ അവർ മറന്നു പോയിക്കോളും. പക്ഷെ പിന്നെ നിങ്ങളുടെ മോളെ കാണുമ്പോൾ പിന്നെയും കവാത്ത് മറക്കരുത്. കാരണം ചിലർക്ക് അങ്ങനെയാണ്. എല്ലാവർക്കും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല കേട്ടോ. അവർ പറയില്ല ചേച്ചി, ഞങ്ങളുടെ 2 മക്കളെയും അല്ലെങ്കിൽ 2 മരുമക്കളെയും ഒരേപോലെ കാണുന്നു, അല്ലെങ്കിൽ മകളെയും മരുമകളെയും ഒരേപോലെ അങ്ങനെ കാണുന്നവരുണ്ടെങ്കിലുണ്ടല്ലോ, കീപ്പ് ഇറ്റ് അപ്പ്. അങ്ങനെ കാണുന്നവരുണ്ടായിരിക്കാം. കാരണം വിദ്യാഭ്യാസവും വിവരവും പിന്നെ വിചാരങ്ങളും എല്ലാം നല്ലതായിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. എവിടെയെങ്കിലും ഒന്ന് കുറഞ്ഞു പോകുമ്പോഴാണ് ഈ പ്രശ്നം. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല കേട്ടോ. വിദ്യാഭ്യാസം കൊണ്ട് കാര്യമൊന്നുമില്ല. കോളേജിൽ പോയി ഡിഗ്രി എടുത്ത് വെച്ചതുകൊണ്ട് കാര്യമില്ല. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ടാണ് കാര്യം. മനസ്സിലായില്ലേ? അതിപ്പോൾ ഒന്നും പഠിക്കാത്ത എൻ്റെ അച്ഛൻ്റെ അമ്മ 6ാം ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുള്ളൂ. അത് പണ്ടത്തെ കാലമാണ്. എന്നാലും ആ അച്ഛൻ്റെ അമ്മയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് മാനേജ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു ഞങ്ങളുടെ വീട്.
ഒരു ഒരു പവിത്രത ഉണ്ടായിരുന്നു അവിടെ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അവർക്ക് അവർ ആ ഗ്രാമത്തിൽ ജനിച്ച് വളർന്നത് കൊണ്ട് ആ ഒരു ഏരിയയിലുള്ള ഒരു എക്സ്പോഷർ ഉള്ളൂ. പക്ഷേ അത് ബാലൻസ് ചെയ്യാൻ ഏകദേശം അമ്മയ്ക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ആ വിടവ് നികത്തും. എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ പണി എടുക്കാനൊക്കെ ആർക്കെങ്കിലും മടിയുണ്ടെങ്കിൽ അമ്മ പോയി എടുത്തോളും, അച്ഛമ്മ പോയി എടുത്തോളും. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതേപോലെ തന്നെ എൻ്റെ മദർ ഇൻ ലോ അതെ, ഷീ വിൽ ബി ഓൾവേസ് ഇൻ ദ കിച്ചൺ. അമ്മയ്ക്ക് ഒരു മടിയില്ല ചെയ്യുന്നതിന്. അത് മകൾ വന്നാലും മരുമക്കൾ വന്നാലും ആര് വന്നാലും ശരി, കിച്ചൺ അമ്മ തന്നെ കൈകാര്യം ചെയ്യും. അത് കുറച്ച് ദിവസം ഉള്ളല്ലോ, അതുകൊണ്ടായിരിക്കാം. സ്ഥിരമായിട്ടാകുമ്പോൾ ആണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഒരു 4-5 ദിവസത്തേക്കൊക്കെ എല്ലാവർക്കും അവരവരുടെ കിച്ചണിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും വിളമ്പി കൊടുക്കാനും ഒക്കെ ഇഷ്ടമായിരിക്കും. പിന്നെ അത് അവിടെ സ്ഥിരതാമസമൊക്കെ ആക്കി കഴിയുമ്പോൾ ഈ ഡിവിഷൻ ഓഫ് ലേബർ വരണം, അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. അതായത് ഞാനൊരു റീല് ചെയ്തിരുന്നു, ഇങ്ങനെ എല്ലാം നമ്മൾ തന്നെ ചെയ്യണമെന്ന് ശഠിക്കാതെ എല്ലാവർക്കും അവരുടെ മോളുണ്ടാക്കിക്കോളൂ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് എന്താണെന്ന് വെച്ചാൽ മോളുണ്ടാക്കൂ, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതിന് മടി കാണിക്കുന്ന മരുമക്കളുണ്ടെങ്കിൽ കുഴപ്പമാണ് കേട്ടോ. പിന്നെ അതവിടെ ഒരു ഷണ്ടിയായിട്ട് മാറും. അപ്പോഴാണ് ഈഗോ ഹേർട്ടാവുന്നത്. അപ്പോൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലത് വിസിറ്റ് ചെയ്യുക, വരിക എന്നുള്ളതാണ്. കഴിയുന്നതും ഒന്നിച്ച് താമസിക്കാതിരിക്കാനേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ എല്ലാവർക്കും ചിലർക്ക് ചിലപ്പോൾ സാഹചര്യം കൊണ്ട് അങ്ങനെ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ മദർ ഇൻ ലോസ് എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ മകളെ കൂടെ കമ്പയർ ചെയ്യാതിരിക്കുക. അവർക്ക് കൂടുതൽ ഇവർക്ക് കുറവ് എന്നുള്ള രീതിയിൽ സംസാരിക്കാതിരിക്കുക. ബാലൻസ് ചെയ്യൂ. നിങ്ങളുടെ മകനാണ് ആ മരുമകളുടെ ഹസ്ബൻഡ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ മകന് നല്ലത് വരും. നിങ്ങളുടെ മരുമകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മകനല്ലേ അതിൻ്റെ നല്ലത്. മകന് ദൂഷ്യം ഉണ്ടാകുന്നത് ആരെങ്കിലും ചെയ്യുമോ? ഇല്ലല്ലോ. മകൾക്ക് ദൂഷ്യം ഉണ്ടാകുന്നത് ചെയ്യാത്തതുപോലെ തന്നെ മകൻ്റെയും ലൈഫിൽ ഒരു സമാധാനവും സ്നേഹവും നിലനിൽക്കാൻ നമ്മൾ അമ്മമാർ തന്നെ വേണം അല്ലേ? ഞാൻ നിർത്തട്ടെ കേട്ടോ.